അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. സെലക്ട്, അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് എടുത്തു, Ctrl+Shift+I അടിച്ചിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാനൊരു പുതിയ ലേഔട്ട് കൊണ്ടുവന്നു. ആ ലേഔട്ടിൻ്റെ അകത്ത് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഷാഡോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് നമുക്കൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ Ctrl+T അടിച്ചിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൽ നമുക്കൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. Ctrl+T അടിക്കുക, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. Alt ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പൊസിഷൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ആദ്യം ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഗോസിയൻ ബ്ലർ കൊടുക്കുക. അതിന് മുന്നേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, ഫിൽറ്റർ, ബ്ലർ, ഗോസിയൻ ബ്ലർ. വളരെ മൈന്യൂട്ടായിട്ടൊരു ബ്ലർ കൊടുക്കുക കേട്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലർ കൊടുക്കുക. അതിന് ശേഷം ഫിൽറ്റർ, ബ്ലർ ഗ്യാലറിക്കകത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ബ്ലറുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പാത്ത് ബ്ലർ എന്നുള്ള ബ്ലറുണ്ട്, അത് കൊടുക്കുക, പാത്ത് ബ്ലർ. ഓക്കെ, പാത്ത് ബ്ലർ എന്ന് പറയുമ്പോൾ ഇത് ആക്റ്റീവായിട്ട് വരും. നമുക്ക് എങ്ങോട്ടാണ് ഇതിനെ മൂവ് ചെയ്യേണ്ടത്, ഏത് പാത്തിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, ആ പാത്തിലോട്ട് മൂവ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ബ്ലർ ചെയ്യാം. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാം, ഉണ്ടോ? അതേപോലെ അത് ടാപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാപ്പർ ചെയ്യാം. ബ്ലർ എഡ്ജ് ബ്ലർ ചെയ്യണമെങ്കിൽ എഡ്ജും ബ്ലർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പം ഇങ്ങനെ കറങ്ങി വന്നു. എഡ്ജ് ബ്ലർ എനിക്ക് വേണ്ട. സാധാരണ പോലെ തന്നെ ഇതിനെ മൂവ് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണ് വയ്ക്കുക. അതുപോലെ ടാപ്പർ വേണ്ടെങ്കിൽ ടാപ്പറിനെ റിമൂവ് ചെയ്യുക, മൂവ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്താലും അത്രയും ബ്ലർ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. ഇതാ കറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും ബ്ലർ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും, ബ്ലർ ചെയ്തൊരു ഫീലും കൂടെ കിട്ടും. ഷാഡോ മാത്രമല്ല, ആ ഒരു ബ്ലറിൻ്റെ ഫീലും കൂടെ കിട്ടും. Ctrl+T അടിക്കുന്നു. ഇപ്പോൾ എന്താണ്, സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് Ctrl+T അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എറർ കാണിക്കും. വെച്ചാൽ കുറച്ച് സ്ലോ ആവും, കാരണം ഇത്ര എഫക്റ്റ് ഇരിക്കുകയല്ലേ. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ കൊടുക്കുക, Ctrl+T ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷാഡോ നമുക്ക് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ Ctrl+T കുറച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാലും മൂവ് ചെയ്താലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. റിഫ്ലക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്, ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം ബ്ലർ കൊടുക്കുക, ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് പാത്ത് ബ്ലർ. ഓക്കെ, മനസ്സിലായല്ലോ ഇത്? ഇനി ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടീഷർട്ടുണ്ട്. ഈ ഒരു ടീഷർട്ടിൻ്റെ അകത്ത് ഞാൻ വേറൊരു ടെക്സ്ചർ കൊടുക്കുകയാണ് ടീഷർട്ടിൻ്റെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടീഷർട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂൾ എടുക്കുക, ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമ്മൾ ആ ടീഷർട്ട് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ആയല്ലോ. ആണെങ്കിൽ സൂം ചെയ്ത് നോക്കി, ഏതെങ്കിലും ഏരിയ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതിനെ ഇത് ചെറുതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു, സ്വല്പം കൂടെ ചെറുതാക്കുക. ആഡിൽ തന്നെയാണ് കിടക്കണമെന്ന് നോക്കണം. എന്നിട്ട് മൂവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് Ctrl+J എന്നാണ് കട്ടാവും. ഓക്കെ, എനിക്ക് ഇതിലാണ് ടെക്സ്ചർ കൊടുക്കേണ്ടത്. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ ടെക്സ്ചർ ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെക്സ്ചർ എടുക്കുന്നു. ആ ടെക്സ്ചറിനെ ഞാൻ ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചിട്ട് മൊത്തത്തിലങ്ങ് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട ടെക്സ്ചർ ഇതാണ്. ഷർട്ടിൽ അപ്ലൈ ആവേണ്ട ടെക്സ്ചർ ഇതാണ്. റൈറ്റ് ക്ലിക്ക്, എന്ത് ചെയ്യാം, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ആയല്ലോ. എന്നിട്ട് ഞാനിത് ആളുടെയും കൂടെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഫീലില്ല. കുറച്ചും കൂടെ ഒരു പക്ക ഫീൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നോർമൽ മാറ്റുക, എന്താക്കുക, മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോപ്പി കൊണ്ട് എടുക്കുക, Ctrl+J. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു കട്ടി ഫീൽ ചെയ്യും. ഇനി ഒപ്പാസിറ്റി സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പക്ക ഫീൽ വരും. അപ്പോൾ ടെക്സ്ചർ എങ്ങനെയാണ് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു ഫീൽ വരുന്നത്. ടെക്സ്ചർ എത്രത്തോളം നിങ്ങൾ
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രയും ഒരു ഫീൽ വരും. ഇതിനെ രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അത് മൾട്ടിപ്ലൈ ആവാത്തത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. വീണ്ടും നമ്മളതിനെ മൾട്ടിപ്ലൈ ആക്കുന്നു. റൈറ്റ് ക്ലിക്ക്, എന്ത് കൊടുക്കാം, ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കളറൈസ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇതാ സാച്ചുറേഷനും ഏതാണ് നിങ്ങൾക്ക് വേണ്ട കളർ, ആ ഒരു കളറിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊരു ഒബ്ജക്റ്റിൻ്റെ എന്ത് മാറ്റാം, ടെക്സ്ചർ നമുക്ക് മാറ്റാം. അതാ കണ്ടോ, ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്ചർ പെട്ടെന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാറ്റേൺ. അപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇതിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണേ. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ടെക്സ്ചർ പാറ്റേൺ ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു ടെക്സ്ചറിൻ്റെ പാറ്റേൺ ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇതാ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇത്രയും വരയ്ക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് കോപ്പി എടുത്ത് വയ്ക്കണം. എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ പാറ്റേൺ, കണ്ടോ, എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ പാറ്റേൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേണിൻ്റെ പേര് ഞാൻ പറയാണ് മൈ ന്യൂ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ഡി അടിച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റില്ല. വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, വിൻഡോയ്ക്കകത്ത് പാറ്റേൺസ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ. മനസ്സിലായോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ. അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവൻ്റെ ഷർട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഞാൻ ഈ ഷർട്ടിനെ ഇങ്ങനെ സെലക്ട് ചെയ്തേ. എന്നിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ജെ അടിച്ചു, സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് മാറ്റിയിട്ട് കൺട്രോൾ ജെ അടിച്ചു. കൺട്രോൾ ജെ അടിച്ചു. അപ്പോൾ ഇതിൽ മാത്രമല്ല ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വീഴും. നമ്മളൊന്നും ചെയ്യണ്ട. മനസ്സിലായോ? അതേപോലെ എല്ലാ ടെക്സ്ചറും നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഏതൊക്കെ ടെക്സ്ചറാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഇതൊക്കെ ഡീഫോൾട്ട് ഫോട്ടോഷോപ്പിൻ്റെ അകത്തുള്ള ടെക്സ്ചേഴ്സാണ്. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടെക്സ്ചർ ആണെങ്കിൽ ഈ ഒരു ടെക്സ്ചർ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് നോർമൽ മാറ്റിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ആക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു വ്യക്തമായിട്ട് കിട്ടും. ഇനി ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കണ്ടോ, ടെക്സ്ചർ മാറി. മനസ്സിലായ സംഭവം? അപ്പം വിൻഡോയ്ക്കകത്ത് ഏതാണ് പാറ്റേൺ, ഏത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ഒരു പാറ്റേൺ നമുക്ക് മാറ്റാം. നമ്മൾ കൊടുത്ത പാറ്റേൺ വേണമെങ്കിൽ ആ ഒരു പാറ്റേൺ. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഏതിൽ ക്ലിക്ക് ചെയ്യുന്നു അത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പാറ്റേൺ നമുക്ക് എഡിറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം പാറ്റേണിന്. ഓക്കെ, ഗ്രേഡിയൻറ്റ് പോലെ തന്നെയാണ് പാറ്റേൺ എന്നുള്ള കാര്യവും. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കൊടുത്തു എന്നേ ഉള്ളേ. ഇതിപ്പം ഇതിൻ്റെ ഉടുപ്പ് ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലീനിയർ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും നല്ലൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെ ചേഞ്ച് ചെയ്തേ. അപ്പോൾ ഇതിനകത്ത് ഗ്രേഡിയൻ്റ് ആണ് അല്ലേ, ഇത്രയും ഗ്രേഡിയൻസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്. പല ടൈപ്പ് ഓഫ് ഗ്രേഡിയൻസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഗ്രേഡിയൻറ്റിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഗ്രേഡിയൻറ്റിന് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, ഇപ്പോൾ ഗ്രേഡിയൻറ്റ് വന്ന് നോർമൽ മാറ്റിയിട്ട് എന്താക്കുക, അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്പോഴും ഒരു പക്ക ഫീൽ വന്നിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് ഇതിനകത്ത് കറണ്ട് ലെയറിൻ്റെ അകത്ത് ഓൾ ടു ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. പതുക്കെ ഇതിനെ മൂവ് ചെയ്യുക. നോക്കിയേ, അപ്പം പഴയ ആ ഒരു ഇതുമായിട്ട് ചെറുതായിട്ട് ബ്ലെൻഡായി വരും. കണ്ടോ, എന്നിട്ട് ഓൾ ടു ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനെയും സ്വല്പം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ബ്ലെൻഡ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി വേണമെങ്കിൽ ഒപ്പാസിറ്റി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ട് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പാറ്റേൺ ആണ് വേണ്ടത് അല്ലേ, പാറ്റേൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം ഇതിൻ്റെ അകത്ത് പോവുക. ഇതിൻ്റെ അകത്ത് പാറ്റേൺ ഓവർലേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നോക്കി, പാറ്റേൺ ഓവർലേ ഇതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ,
ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പാറ്റേൺ ആണ് കിട്ടിയത്. ഇതിൻ്റെ സ്കെയിലൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ കണ്ടോ? അപ്പോൾ നമ്മളെടുത്ത പാറ്റേണും ഇതിൻ്റെ അത് കാണണമല്ലോ. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത പാറ്റേൺ. ഈ ഒരു പാറ്റേണിനെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടല്ലോ? അപ്പോൾ പാറ്റേൺ ഓവർലേ വെച്ചിട്ട് നമുക്ക് അതേപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്ലൈ ആക്കാം. അതേപോലെ അതിൻ്റെ സ്കെയിൽ കുറയ്ക്കാം, സ്കെയിൽ കൂട്ടാം, അതിൻ്റെ പ്രോപ്പർട്ടി ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ നമുക്ക് 2 ടെക്സ്ചറായി അല്ലേ? നമ്മൾ കൊടുത്ത ഗ്രേഡിയൻറ്റുമായി, പിന്നെന്തായി, നമ്മൾ നേരത്തെ കൊടുത്തു വച്ചിരിക്കുന്ന പാറ്റേണുമായി. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വാട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറായിരിക്കും അതിൻ്റെ അകത്ത് കിട്ടുന്നത്. നോക്കിയേ, ഈ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിലീറ്റ് ചെയ്തു. നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്? പാറ്റേൺ ഇഷ്ടമുള്ള പാറ്റേൺ ക്രിയേറ്റ്. അവൻ്റെ മുഖം വേണമെങ്കിൽ എനിക്ക് പാറ്റേൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഇവൻ്റെ മുഖം ഇങ്ങനെ വരച്ചു. എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ പാറ്റേൺ, അത്രേ ഉള്ളൂ. അവൻ്റെ മുഖം പാറ്റേൺ ആയിട്ട് വന്നു. ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം പാറ്റേൺ ആയി. ഇനി നമുക്ക് പാറ്റേൺ എവിടെ നിന്ന് എടുക്കാം? വിൻഡോയ്ക്കകത്ത് പാറ്റേൺ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അവൻ്റെ തന്നെ പാറ്റേൺ അവൻ്റെ ഉടുപ്പിലായി. മനസ്സിലായ സംഭവം? അപ്പം ഈ പാറ്റേൺ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം? റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് പാറ്റേൺ ഓവർലേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ പാറ്റേൺ എവിടെയാണ് നോക്കുക. എവിടെയാണ് നമ്മളെ പാറ്റേൺ? ഇതാണ് പാറ്റേൺ അല്ലേ? അവൻ്റെ ആ മുഖമാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ന്യൂ പാറ്റേൺസിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ തന്നെ എടുക്കുക. മുഖത്തിൻ്റെ അകത്ത് നമ്മൾ വേറെ പാറ്റേൺ കൊടുത്തു. മനസ്സിലായ സംഭവം? വാട്ടർ ആണെങ്കിൽ വാട്ടർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ട്രീസ് ആണെങ്കിൽ ട്രീസിൻ്റെ അകത്ത് വേറെ പാറ്റേൺ കൊടുത്തു. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാണ്. ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഞാനിതിനെ മൊത്തം സെലക്ട് ചെയ്ത്. എനി ഡൗട്ട്സ്? ഇല്ല. പാറ്റേൺ ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്തു, Ctrl+J അടിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഒരു ഗ്രേഡിയൻ്റ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കാം? ഒരു ഗ്രേഡിയൻ്റ് കൊടുത്തു. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഏതാണ് ആ ഒരു ഗ്രേഡിയൻ്റ് ഇതിൻ്റെ അകത്ത് കൊടുക്കുക. കുറച്ചും കൂടെ നല്ല ഗ്രേഡിയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. തിക്കായിട്ടുള്ള ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ബ്ലൂവിൻ്റെ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളത് കൊടുക്കുക. ഞാൻ ഓക്കെ എടുത്തു. ഇനി എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, ഉടുപ്പിൽ ഇത് വന്നു, പക്ഷേ ആ ഒരു ഫീലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ മൾട്ടിപ്ലൈ ആക്കാം. ഓക്കെ, നോർമൽ മാറ്റിയിട്ട് സ്വല്പം മൾട്ടിപ്ലൈ ആക്കാം. മൾട്ടിപ്ലൈ ആക്കുമ്പോൾ ചെറുതായിട്ട് കണ്ടോ അതുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ടത് മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഗ്രേഡിയൻറ്റ് നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാറ്റേൺ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ. അതിന് മുന്നേ നമ്മൾ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്വല്പം ഇതിനെ മൂവ് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ സ്വല്പം കൂടെ മൂവ് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. സ്വല്പം ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ വൃത്തിയിടാവരുത്. ആ രീതിയിൽ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ബ്ലെൻഡ് ഇഫിൻ്റെ അകത്ത് റെഡ് ആണെങ്കിൽ റെഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ റെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കളർ, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ, ഇപ്പോൾ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. അപ്പോൾ ബ്ലെൻഡ് ഇഫിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്: ഗ്രേ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാറ്റേൺ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പാറ്റേണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പാറ്റേൺ ഓവർലേ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു നമ്മൾ കൊടുത്ത ഗ്രേഡിയൻറ്റ് വിത്ത് പാറ്റേൺ ഇതാണ്ടോ ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ കൊടുത്ത ഗ്രേഡിയൻറ്റും പാറ്റേണും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? സ്കെയിൽ കുറയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. കണ്ടോ? ഇപ്പോൾ കണ്ടോ മൊത്തത്തിൽ ടെക്സ്ചർ മാറി. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്ചറെങ്കിൽ ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഞാൻ ഒപ്പാസിറ്റി കൂട്ടണമെങ്കിൽ ഒപ്പാസിറ്റി കൂട്ടാം. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ഗ്രേഡിയൻറ്റും ടെക്സ്ചറും തമ്മിൽ ബ്ലെൻഡ് ആവും.
എന്നിട്ട് ഞാൻ ഓക്കെ എടുക്കുന്നു. ഫൈൻ. ഇനി ഞാൻ ക്ലോസ് ആൻഡ് ഓപ്പൺ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഏതാണ് ഹ്യൂ ആൻഡ് സാച്ചുറേഷനിൽ ഫ്ലിപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കളറൈസ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ വേറെ കളറിൽ കൊണ്ടുവരാം. അല്ല നിങ്ങൾക്ക് ഈ ടെക്സ്ചർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്ചറിൻ്റെ അകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടെക്സ്ചറിനെ ആ ഒരു കളറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓഫ് ഓൺ പിടികിട്ടിയ സംഭവം. അപ്പം നമുക്കൊരു ടെക്സ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് പറയണം അവരെ ഒരു ടെക്സ്ചറുണ്ട്, ആ ടെക്സ്ചർ നമ്മൾ ഇതേപോലെ ഒരു 10 ഉടുപ്പിൽ കൊടുക്കണം. കാരണം എന്താണ്, എങ്ങനെയാണ് മോക്കപ്പ് ചെയ്യുമല്ലോ നമ്മൾ, മോക്കപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ ഓരോന്നിലായിട്ട് വെച്ച്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ടീഷർട്ടിൻ്റെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ പല ടീഷർട്ടിൽ ഈ മോക്കപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മോക്കപ്പ് ചെയ്യുക. അപ്പോൾ അവർ പറയണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൻ്റെ ഒരു സ്ഥലത്ത് ഒരു പാറ്റേൺ മാത്രം, ബാക്കി സ്ഥലത്ത് ബാക്കിയുള്ള പാറ്റേൺസ് മാത്രം. ഇപ്പോൾ വേറെ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 പാറ്റേൺ മെർജ് ചെയ്യുക. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ എങ്ങനെ നമ്മളൊരു പാറ്റേൺ ഡിഫൈൻ ചെയ്യും? സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ പാറ്റേൺ. ഇപ്പോൾ ഞാൻ ഈ ലെയറിലല്ല, ഇവൻ്റെ ലെയറിൽ പോവുക, എഡിറ്റ് ഡിഫൈൻ പാറ്റേൺ. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്ന പാറ്റേൺ ഇവിടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഓക്കെ, എനിക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പുതിയ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ എടുത്തിട്ട് പാറ്റേൺ ഡിഫൈൻ ചെയ്യാം. വിൻഡോയ്ക്കകത്ത് എന്തുണ്ട്? പാറ്റേൺ. ഇതിൻ്റെ അകത്ത് ഇവൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ. ഈ പാറ്റേൺ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സെലക്ഷൻ എടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പാറ്റേണിൽ വേണ്ട, നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അപ്ലൈ ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എങ്ങനെ നമുക്ക് പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യാം? നമ്മളിപ്പോൾ എടുത്ത പാറ്റേൺ എങ്ങനെ ഇതിൽ കൊണ്ടുവരാം? ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് പാറ്റേൺ ഓവർലേ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ എടുത്ത പാറ്റേൺ ഏതാണ് ആ ഒരു പാറ്റേൺ അതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കുക. ക്ലോസ് ചെയ്താൽ ഇല്ല പാറ്റേൺ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. അല്ല, നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നോക്കാം. വിൻഡോ പാറ്റേൺ അത്രേ ഉള്ളൂ, വലിച്ചിട്ടാൽ മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഡ്രാഗ് ചെയ്ത് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, അല്ലല്ല നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടേ ഡ്രാഗ് ചെയ്തിടാവുള്ളൂ. ഞാൻ നേരത്തെ ഒരു വൈറ്റ് പേപ്പറിൽ ഡ്രാഗ് ചെയ്തിട്ടപ്പോൾ വീണിട്ടില്ല. കാരണം അത് കറക്റ്റ് ഇതല്ല. ഇപ്പോൾ പാറ്റേൺ വീഴണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും പക്കായിരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വീണ്ടും ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പോകാം. ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് പോയിട്ട് പാറ്റേൺ ഓവർലേയിൽ പോയിട്ട് നിങ്ങൾക്ക് പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പാറ്റേൺ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്കെയിൽ വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ പാറ്റേൺ മൊത്തത്തിൽ നമുക്ക് ആ പാറ്റേൺ ഈ പാറ്റേണും കൂടെ നമുക്ക് മെർജ് ചെയ്യാം. അപ്പോൾ അടുത്ത പാറ്റേൺ ആണെങ്കിൽ അടുത്ത പാറ്റേൺ വെച്ച് കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്. നോർമലായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. മൾട്ടിപ്ലൈ ആണെങ്കിൽ മാത്രമേ നമ്മൾ വെച്ച പാറ്റേണും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായ സംഭവം? അപ്പോൾ ഇതുപോലെ പാറ്റേൺസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ പാറ്റേൺ ആണ്. ബ്രഷ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതിങ്ങനെ വരയ്ക്കുന്നു. ഞാൻ എഡിറ്റിൻ്റെ അകത്ത് ഈ ലെയറിൽ സെലക്ട് ചെയ്ത് എഡിറ്റിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം? ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവൻ്റെ മുഖവും ആയിട്ടുള്ളൊരു ബ്രഷ് നമുക്കിവിടെ അപ്ലൈ ആയി. ഞാൻ കൺട്രോൾ D അടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവൻ്റെ മുഖമാണ് നമുക്ക് കാണാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ഇവിടെ ബ്ലൂ കളർ കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്കൊരു പുതിയ ലെയർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് D അടിച്ച് കണ്ടോ, ഇപ്പോൾ ബ്ലാക്ക് ആയിപ്പോയി. ഞാൻ ഫ്ലിപ്പ് ചെയ്ത് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ വൈറ്റിലായിരിക്കും എൻ്റെ മുഖം കാണുന്നത്. തിരിച്ച് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിലായിരിക്കും എൻ്റെ മുഖം കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ലെയറിൽ വേണ്ട. കണ്ടോ, ഞാനിപ്പം സൈസൊക്കെ ഒന്ന് കുറച്ചേ. 1 2 3 4 5 കണ്ടോ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതല്ലേ എൻ്റെ ബ്രഷ് അല്ലേ? അപ്പോൾ ബ്രഷിൻ്റെ ആ ഒരു പ്രീസെറ്റ് ഉണ്ട്, ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ സ്പേസിങ് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നീ പറഞ്ഞ പോലെ വരും. കണ്ടോ,
ഇനി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ വരും. അപ്പോൾ അതൊന്നുകൂടെ പറയാം. ഇത് ഓക്കെ ആണല്ലോ, ഏതാണ് ഇനി ഇത് പറയണ്ടല്ലോ, ടീഷർട്ട് ഓക്കെ ആണല്ലോ പാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ബ്രഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഏതെങ്കിലും ഒരു ഈ ഷൂവിൻ്റെ വെച്ചൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തു, ലോക്ക് മാറ്റി ഇവിടെ സെലക്ട് ചെയ്തു, എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ബ്രഷ് പ്രീസെറ്റ് വർക്ക് ചെയ്യില്ല, കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. സോ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ബ്രഷ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, അല്ല സോറി, എനിക്ക് ഒരു ഷൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് സബ്ജക്റ്റ്, സെലക്ട് ഇൻവേഴ്സ്, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചിട്ട് ഇനി എന്ത് ചെയ്യുക, ഫയലിൻ്റെ എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ്. അപ്പോൾ സെലക്ഷൻ കൊടുക്കുക. ഇതിപ്പം വേറെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ ഇതിനകത്ത് സെലക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും. എന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് കൊടുക്കുക. ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. എനിക്ക് ഒരു മിനിറ്റ് ബ്രഷ് പ്രീസെറ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്യാമേ. അതിൻ്റെ അകത്ത് ആ വള്ളിയൊന്നും വേണ്ട, തൽക്കാലം ഇത് മാത്രം സെലക്ട് ചെയ്യാമേ, ഷൂ മാത്രം. ഓക്കെ, എഡിറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം കിട്ടുമല്ലോ. ഓക്കെ എടുത്തു, കണ്ടോ, ഷൂവിൻ്റെ ഇത് മാത്രം കിട്ടി. ഇത് നിങ്ങൾക്ക് ഉപയോഗമുണ്ട്. ഇത് നിങ്ങൾ എവിടെയാണ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഷൂവിൻ്റെ ഇത് ചെറുതാക്കി, കണ്ടോ. ഇതിപ്പോൾ കളർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ വൈറ്റ്, കണ്ടോ, വൈറ്റും ബ്ലാക്കും ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് പറഞ്ഞാൽ ആ കളറിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് കിട്ടുക, കറക്റ്റായിട്ട് കിട്ടും, കണ്ടോ. അപ്പോൾ ബ്ലാക്ക് അത് പിന്നെ നമുക്ക് ട്വീക്ക് ചെയ്തെടുക്കാമല്ലോ എങ്ങനെയാണെങ്കിലും. ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രഷിൽ പോവുക. ഇതാണ് നമ്മുടെ ബ്രഷ് അല്ലേ. ബ്രഷിൽ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ബ്രഷിൽ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ സ്പേസിംഗ് ഒക്കെ നിങ്ങൾ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അല്ല ഇവിടെ റൊട്ടേഷനൊക്കെ ഉണ്ട്, ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. ഇപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മനസ്സിലായോ? എടാ രാത്രി കിടന്ന് ഉറങ്ങടാ. അപ്പോൾ രാത്രി ഉറങ്ങിയില്ലേ, ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ട. അപ്പോൾ ഇത് ഉപയോഗമല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇതാ, അല്ലെങ്കിൽ എന്താണ് ഓരോന്നായിട്ട് വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വരയ്ക്കുക. വീണ്ടും ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ വീണ്ടും എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഫ്ലിപ്പ് ചെയ്യണോ, അതാ ഫ്ലിപ്പ്, ഫ്ലോപ്പ്, ഇതാ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഞാനിതിനെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കാം. പിടികിട്ടിയ സംഭവം. അപ്പോൾ ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ ഇതിനെ ആലോചിച്ച് നോക്കുക. ആ രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അടിക്കുക, ഫ്ലിപ്പ് ചെയ്യുക, കളറൈസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് ആ ഒരു കളറിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ കളർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഈ കളറൈസ് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കളർ വേറെ കളറെന്ന് പറഞ്ഞാൽ ആ ഒരു കളറിൻ്റെ മാക്സിമം സാച്ചുറേഷനും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സോളിഡ് കളർ എടുത്തിട്ട് അതിനൊരു ബ്ലാക്ക് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രേ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ അങ്ങ് ട്വീക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ കളറിന്. പിടികിട്ടിയ സംഭവം. ഇനി അടുത്തത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനൊരു കാറിനെ പ്ലേസ് ചെയ്യാണ്. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഒരു കാറിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കാറിനെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഈ കാർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന് കണക്കാക്കിയാണോ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് റാപ്പ് എഴുതിക്കണം. പെർസ്പെക്റ്റീവ് റാപ്പ്, എഡിറ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് റാപ്പ്.
പെർസ്പെക്റ്റീവ് റാപ്പ് അല്ലെങ്കിൽ വാർപ്പ് എന്തായിരുന്നാലും. ഓക്കെ, അപ്പോൾ ഈ കാരണം അല്ലാതെ പിടിച്ച് മൂവ് ചെയ്ത് വേണമെങ്കിലും വെക്കാം, സ്ക്യൂ ഒക്കെ ചെയ്ത് വെക്കാം. പക്ഷേ അതിനെക്കാട്ടി എളുപ്പ പരിപാടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എഡിറ്റ് ചെയ്തത് പെർസ്പെക്റ്റീവ് റാപ്പ് അടിക്കുക, ഒരു വട്ടം അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യുക. കണ്ടോ? ഇനി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് ആ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇത്രയും പാർട്ടിലാണ് ഇത് വെക്കേണ്ടത്. ഇനി വരയ്ക്കണമെങ്കിൽ വീണ്ടും ഒരു പ്ലസ് മാർക്ക് കിടക്കുന്നുണ്ടോ? കണ്ടോ, പ്ലസ് മാർക്ക് കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, ആ പ്ലസ് മാർക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഇതിനെ ഡ്രാഗ് ചെയ്യുക. അത് ഇങ്ങനെ ശരിയായില്ല, ഒന്നും കൂടെ താഴെ നിന്ന് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. എനിക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇത്രയും വരച്ചു, പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒന്നും കൂടെ വരയ്ക്കുക. അപ്പോൾ എത്രത്തോളം വേണോ അത്രത്തോളം നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് ഞാനിതിനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് എക്സാക്റ്റ് ഈ പൊസിഷനിലും, എന്നിട്ട് മൂവ് ചെയ്ത് കറക്റ്റ് ഈ ഒരു പൊസിഷനിലും വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ സ്വല്പം ഒന്ന് മൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇതിനെ മൂവ് ചെയ്ത് എപ്പോഴും ഇതിൻ്റെ പുറത്ത് നിൽക്കണം സംഭവം. കണ്ടല്ലോ, ഈ വീലിൻ്റെ പുറത്ത് നിൽക്കണം, ഇതിൻ്റെയും പുറത്ത് നിൽക്കണം. ഇതിൻ്റെയും കാരണം എന്താണ്? ഇതൊരു സെപ്പറേറ്റ് ലെയർ ആയതുകൊണ്ട് നമുക്കത് വിഷയമുള്ള കാര്യമേ അല്ല. ഓക്കെ, ഇനി എൻ്റർ ചെയ്യുമ്പോഴേ ഇത് കംപ്ലീറ്റ് ലോക്ക് ആവത്തുള്ളൂ. കണ്ടോ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, നിങ്ങളതിനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ പോർഷനും മൂവ് ചെയ്യണം. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരച്ചപ്പോൾ അത് ഇവിടെ കൊണ്ട് വരച്ചു. എപ്പോഴും നമ്മൾ ഇറക്കി വരയ്ക്കണം കേട്ടോ. അണ്ടു അടിച്ച് പിന്നെ ഇത് വരച്ചെടുക്കണം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു, എല്ലാ പൊസിഷനും കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് മാച്ച് ചെയ്യാം. ഇതാ വീണ്ടും മൂവ് ചെയ്തു. എപ്പോഴും പുറത്ത് വരയ്ക്കണം. കണ്ടോ, ഇത് കണ്ടോ, പുറത്ത് വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഇത് ഈ നമ്മളെ വീലിൻ്റെ ഭാഗമൊക്കെ അങ്ങ് ചുരുങ്ങിപ്പോയി. ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല, കുറച്ചൊരു ലെങ്ത് ഉണ്ട്. നമുക്ക് മൂവ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം കറക്റ്റ് റോഡിലായി. ഇത് ചുളുങ്ങാൻ പാടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വരയ്ക്കരുത്, സ്വല്പം ഇറക്കി വരയ്ക്കുക. ഇപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം നോക്കാം. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഓക്കെ, ഇത് ഈ പൊസിഷനിലിരിക്കുകയാണ്. ഇത് മാറ്റി, ഇത് ഇങ്ങനെയായിരുന്നു, നമ്മളതിനെ ഇങ്ങനെ ആക്കി. കണ്ടോ, മനസ്സിലായ സംഭവം വേണ്ടിയിട്ട് എന്താണെന്ന്? അത് നമ്മളിങ്ങനെ ആക്കി. അപ്പോൾ പെർസ്പെക്റ്റീവ് റാപ്പ് വെച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്ക് അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ഏരിയക്കകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർസ്പെക്റ്റീവ് റാപ്പ് വേറെ ഏതെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഈ ഒരു വാളിലോ എന്തെങ്കിലും നോക്കാം. ഈ ഒരു വാളിൽ ഞാൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തേ, പുതിയൊരു ലെയർ എടുത്തു, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. പെർസ്പെക്റ്റീവ് റാപ്പ്. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു നല്ല ഫോണ്ട് കൊടുക്കാം. ഓക്കെ, കളറ് നമുക്കൊന്ന് മാറ്റാം. റെഡ് മാറ്റിയിട്ട് നമുക്കൊന്ന് വൈറ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഞാൻ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമുക്ക് പെർസ്പെക്റ്റീവ് റാപ്പ് ചെയ്യാം. അപ്പോൾ എഡിറ്റിൻ്റെ അകത്ത് ഏതാണ്? പെർസ്പെക്റ്റീവ് റാപ്പ്. അപ്പോൾ ദ ടെക്സ്റ്റ് ലെയർ മസ്റ്റ് ബി റാസ്റ്ററൈസ്ഡ്. മനസ്സിലായോ? റാസ്റ്ററൈസ് ചെയ്താലേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് നമുക്കിത് ഫിക്സ് ചെയ്യേണ്ടത്? ഈ ഒരു പെർസ്പെക്റ്റീവ് റാപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്തു, കണ്ടോ കണ്ടോ? എന്നിട്ട് നമ്മൾ എവിടെയാണ് നിങ്ങൾക്ക് ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത്? കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അത് പ്ലേസ് ആവും. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് നമുക്കിതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിനാണ് നമ്മൾ പെർസ്പെക്റ്റീവ് റാപ്പ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ചില സ്ഥലത്തൊന്നും അത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അങ്ങനെയുള്ള ഭാഗത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു കൊടുക്കാം. എവിടെയാണെന്നുള്ള പെർസ്പെക്റ്റീവ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതിലാണെങ്കിൽ ഇതിൽ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഇവിടെ വയ്ക്കാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവർ പറഞ്ഞ എന്താണ്? റാസ്റ്ററൈസ് ചെയ്യുക. എഡിറ്റിൻ്റെ അകത്ത്
പെർസ്പെക്റ്റീവ് റാപ്പ്. ഓക്കെ, ഞാനിതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഏതാണ് പൊസിഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. പൊസിഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, കാറിൻ്റെ ഏത് സൈഡിലാണ്, ഓക്കെ, ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് ലേ ഔട്ടും ഉണ്ട്, റാപ്പും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ ലേ ഔട്ടാണെങ്കിൽ ലേ ഔട്ടിൽ കയറിപ്പോവും. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റാപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പായി കഴിഞ്ഞു. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. റാപ്പാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫൈനൽ സംഭവമായി പോകും. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ലേ ഔട്ട് ആക്കാം. ലേ ഔട്ട് ആക്കിയിട്ട് നമുക്ക് എവിടെയാണ് കറക്റ്റായിട്ട് വെച്ച് ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ പൊസിഷനിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് റാപ്പ് ഒന്നുകൂടെ വരയ്ക്കാനേ. മൂവ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിലോട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇതൊരു ക്ലിപ്പിംഗ് മാസ്ക് ചെയ്താൽ അത് അതിൻ്റെ മുകളിലായിക്കോളും. ഇപ്പോൾ മൂവ് ചെയ്ത് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. മൂവ് ചെയ്തിട്ട് ഇതാണ്ടോ, ഇത് കുറച്ചും കൂടെ ഞാൻ മൂവ് ചെയ്ത് വെച്ചെന്ന് വെച്ചോ, ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് ലോക്ക് മാറ്റിയില്ല. ഒന്നുകൂടെ കൺട്രോൾ T അടിക്കുക. ഇതിന് മുകളിൽ വയ്ക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക അവിടെ നിന്ന്, എന്നിട്ട് താഴെ വയ്ക്കാം. എന്നിട്ട് ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, മുകളിൽ വെച്ചിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ ഒന്ന് ചെറുതാക്കാം. കൺട്രോൾ T അടിച്ചിട്ട് ഒന്ന് ചെറുതാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അല്ലാതുണ്ടെങ്കിൽ മൂവ് ചെയ്താലും ഇതാ കാറിൻ്റെ മുകളിൽ എടാ വൈറ്റിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്പേസ് ഇല്ലടാ അവിടെ വയ്ക്കാനുള്ള. ഇതല്ലേ കൂടുതൽ മീൻസ് വർക്ക് ചെയ്യില്ല. അതിൻ്റെ അകത്ത് ഇത് വലിയ ഫോട്ടോ അല്ലേ, മറ്റേ ചെറുതല്ലേ, അപ്പോൾ എങ്ങനെ ക്ലിപ്പ് ചെയ്യും? മനസ്സിലായി? അല്ലെങ്കിൽ കാറ് മാത്രം നീ സെപ്പറേറ്റ് ചെയ്യണം, എന്നാലേ ക്ലിപ്പിംഗ് മാസ്ക് വർക്ക് ചെയ്യുള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് മാറ്റിയിട്ട് ഞാനിപ്പോൾ തിരിച്ചാണ് കൊടുത്തത്. ഇപ്പം കാറ് മാത്രം സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ അത് കറക്റ്റ് നീ പറഞ്ഞ സംഭവം കിട്ടും. സെലക്ട് ചെയ്യുക, കാറിനെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി കൺട്രോൾ J അടിക്കുക. എന്നിട്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും മൂവി. അപ്പോൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പരിപാടി നടക്കുകയുള്ളൂ. കണ്ടോ, ഇപ്പോൾ അത് ക്ലിപ്പിംഗ് മാസ്കായി. മനസ്സിലായ സംഭവം?